കോഴിക്കോട് മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തെ 4 വീടുകളിലാണ് വെള്ളം കയറിയത്. വീടുകാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. റിയാസ് കെമാറുണ്ട് വിവരങ്ങളുമായി. റിയാസ്, കനത്ത മഴയാണ് കോഴിക്കോട് ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ ശക്തമായ മഴ തന്നെയാണോ ഇത്തരത്തിൽ വീടുകളിലേക്ക് അടക്കം വെള്ളം കയറാൻ ഇടയാക്കിയ സാഹചര്യം? കോഴിക്കോട് മാവൂർ പഞ്ചായത്തിൽ പെട്ട കച്ചേരിക്കുന്നിലെ 4 വീടുകളിലാണ് വെള്ളം കയറിയത്. ഇത് ചാലിയാറിന്റെ തീരത്തോട് ചേർന്ന പ്രദേശം കൂടിയാണ്, വയലിനോട് ചേർന്ന ഭാഗം കൂടിയാണ്. അങ്ങനെയുള്ള 4 വീടുകളിലാണ്. ഈ കച്ചേരിക്കുന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം താഴ്ന്ന ഒരു പ്രദേശമാണ്, ഈ മാവൂർ പഞ്ചായത്തിന്റെ താഴ്ന്ന ഭാഗമാണ്. ഇവിടുത്തെ 4 വീടുകളിലാണ് വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രിയിലും ഒക്കെയായി ഉണ്ടായിരുന്നു. ചാലിയാർ മാത്രമല്ല, കോഴിക്കോടിനെ സംബന്ധിച്ച് ചെറുപുഴയും ഇരവഴിഞ്ഞിപ്പുഴയും ചാലിയാറും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജില്ലയാണ് കോഴിക്കോടിന്റെ മലയോര മേഖല ഉൾപ്പെടെയുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പുഴകളും, ചെറുപുഴയും ഇരുവഴിഞ്ഞിപ്പുഴയും ചാലിയാർ പുഴയുമെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുകയും പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗം കൂടിയാണ് ഈ മാവൂർ പഞ്ചായത്തിലെ കച്ചേരിക്കുന്നിലെ 4 വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യം. അതിൽ ഒരു വീട്ടുകാർ ഇന്നലെ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിരുന്നു. എന്നാൽ മറ്റു 3 വീട്ടുകാർ ഈ വെള്ളക്കെട്ടിന് അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഇപ്പോൾ സാധനങ്ങളൊക്കെ മാറ്റി ബന്ധുവീടുകളിലേക്കും മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ അല്പം ഒരു 2 മണിക്കൂർ നേരം ഒരു മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു ആശങ്ക നിറയ്ക്കുന്നുമുണ്ട്. അതായത് മഴ കുറഞ്ഞപ്പോൾ വെള്ളക്കെട്ട് പോകുമെന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മഴ വീണ്ടും തുടങ്ങിയിരിക്കുന്നത് ആശങ്ക പരത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, കോഴിക്കോട് ജില്ലയിലെ മറ്റു ഭാഗങ്ങൾ ഇന്നലെ ബേപ്പൂരിൽ ഒപ്പം തന്നെ അരീക്കാട് പോലുള്ള ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം, മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താമരശ്ശേരി ചുരത്തിലും സമാനമായ രീതിയിൽ മരം വീഴുന്ന ഒരു സാഹചര്യം, ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഴക്കാലത്തുള്ള യാത്രകളൊക്കെ കൃത്യമായ രീതിയിൽ ഒരു സൂക്ഷ്മതയോടുകൂടിയും ജാഗ്രതയോടുകൂടിയും നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ വെള്ളക്കെട്ടുകൾ ശ്രദ്ധിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. റിയാസ് കെമാറാണ് വിവരങ്ങൾ നൽകിയത്.